ക്രിസ്മസൊക്കെ എല്ലാവരുടെ വീട്ടിൽ എവിടം വരെയായി. നല്ല ഒരു പൊരിച്ച കോഴിക്കറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ദിസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസും കൂടെ ഒന്ന് ആഘോഷിക്കണേ. ഞാൻ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി, അതായത് ഒരു 2 കോഴി എങ്ങനെയാണ് കറി വെക്കുന്നതെന്നാണ് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത്. 2 കോഴി ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് ഒരു 20 എണ്ണം, അതായത് ഒരു കോഴിക്ക് ഒരു 10 വറ്റൽമുളക്. അപ്പോൾ 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി ചുവന്നുള്ളി, 20 അല്ലി വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ജാതിപത്രി, കറുവപ്പട്ട 3 കഷ്ണം, ഗ്രാമ്പൂ ഒരു 8 എണ്ണം, ഏലക്ക ഒരു 10 എണ്ണം, കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ അരയ്ക്കണം. അതായത് വറ്റൽമുളകും വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, ഈ സ്പൈസസ് എല്ലാം കൂടെ അരച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആദ്യം ഈ കോഴിയെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. ഇത് ഇപ്പം നമ്മൾ അടുപ്പിലോട്ട് ഇതൊന്ന് വെക്കാം. ഇപ്പോൾ ഞാൻ കോഴിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ കോഴി കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കോഴി കഷ്ണങ്ങളാണ്. അതെല്ലാം ആഡ് ചെയ്തു. ഇനി അതിനകത്തോട്ട് ഉപ്പ്, വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ആ അരപ്പ്, അതെല്ലാം ഞാൻ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ആ അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ഈ അരപ്പിൽ കിടന്ന് കോഴിയെ വേവിച്ചെടുക്കാം. ആദ്യത്തെ പ്രോസസ്സ് അതാണ്. ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത്, അധികം വെള്ളം ചേർക്കണ്ട. കോഴിയിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ഇപ്പോൾ ക്രിസ്മസൊക്കെ വരുവാണല്ലോ എല്ലാവരുടെ അടുത്തും. അപ്പോൾ ക്രിസ്മസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കും. ഒരു 10-15 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിന് ഈ ഒരു കറി ഇനക്കായിരിക്കും. സെക്കൻഡ് കോഴ്സായിട്ട്, ഫസ്റ്റ് കോഴ്സ് അപ്പം ഒരു കറി, അപ്പം ഒരു കറിയും അല്ലെങ്കിൽ ചപ്പാത്തി ഒരു കറിയും, പിന്നെ ഒരു പുലാവും ഈ കറിയും കൂടെ, ചിക്കൻ കറിയും കൂടെ കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മിക്സി കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോകും. നമ്മുടെ കോഴി ഇപ്പുറത്ത് അടുപ്പിൽ എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വറുത്തിടാനായിട്ട് ഒരു 6 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനത് ഒന്ന് വറുത്തെടുത്തു. അതിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് ഇടാനാണ് നമ്മുടെ കോഴിക്കറിയുടെ. അത് നമ്മൾ കോഴി വറുത്ത് ഇനി ഈ ചാറിൽ നിന്ന് എടുത്ത് നമ്മൾ കോഴി കഷ്ണങ്ങൾ വറുക്കും, എന്നിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവണം. മീഡിയം ഹീറ്റിലിട്ട് ഈർക്കിലി പോലെ ചെറുതായിട്ട് പൊട്ടറ്റോ അരിയണം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്ത് പോരാം. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കരിവരിപ്പായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് കോരി നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇടാം. എന്നിട്ട് ആ എണ്ണ ഒന്ന് പോയി കഴിഞ്ഞിട്ട് അതിനെ ഒരു പ്ലേറ്റിലായിട്ട് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗാർണിഷിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ പീസസ് ഓരോന്ന് ഇട്ടിട്ട് അതും നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ ഇതേ ആ എണ്ണയിൽ ഞാൻ ഓരോ ചിക്കൻ പീസസ് ഇട്ട് ആ ചാറിൽ നിന്ന് എടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. 2 സൈഡും നല്ല ബ്രൗൺ ആവണം. ഇങ്ങനെ നമുക്ക് എല്ലാ പീസസും വറുത്തെടുക്കാം. ഈ പീസസൊക്കെ ഞാൻ വറുത്ത് മാറ്റി ആ എണ്ണയിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി എണ്ണയിൽ സവാള വട്ടത്തിലരിഞ്ഞത്. ഇപ്പം ഞാനൊരു 2 കോഴിയുടെ ഏകദേശം 2 കിലോയുടെ അടുത്ത കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 സവാള, അതായത് ഒരു കോഴിക്ക് 3 സവാള വെച്ചിട്ട് വട്ടത്തിലരിഞ്ഞത് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ ആവണം. നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. സവാള വറുത്തത് അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ചെടുത്തിട്ട്
ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതായത് ആ കറിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ബാക്കി ഈ വഴന്നെടുത്ത ഈ സവളയ്ക്കകത്തോട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ച ബാക്കി ചാറുണ്ടല്ലോ, നമ്മൾ ആ ചാറിൽ നിന്ന് എടുത്താണ് ചിക്കൻ പീസസ് വറുത്തത്. ആ ചാറ്, ആ ഗ്രേവി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് സവാള ഒന്നും കൂടെ ഒന്ന് കുക്കാവണം. ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ ഇപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ നോക്കുക. പിന്നെ 2 ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട്. അതായത് ഒരു നുള്ള, എൻ്റെ ഒരു ടിപ്പാണ്, അത് ഒരു നുള്ള പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ വിനീഗറും അതുപോലെ നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്തു, ഒരു നുള്ള പഞ്ചസാര. അതായത് ആ എല്ലാ ടേസ്റ്റും കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര എപ്പോഴും നമ്മൾ ടിപ്പായിട്ട് ഞാൻ പറയുന്നത് ആഡ് ചെയ്യണമെന്നേ. ഇതിന് ചാറ് ഒന്ന് കുറുകി വരട്ടെ, അതുവരെ ഇങ്ങനെ കിടന്നൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കറി എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തില്ല. കറിവേപ്പില അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, ഗാർഡനിലുണ്ടായതാണ്. ഇതൊന്നും കൂടെ കിടന്നൊന്ന് വറ്റട്ടെ. ഞാൻ ആ കറി വെച്ച പാത്രത്തിലോട്ട് തന്നെ ആ വഴറ്റിയ സവോളയും ഗ്രേവിയെല്ലാം കൂടെ മാറ്റി ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കോഴിയും കൂടെ ഇങ്ങോട്ട് ഇടാം.